അധികാരത്തിന്റെ പൊൻതിളക്കത്തിൽ അഭിരമിച്ച നീണ്ട 10 വർഷം മണിമാളികകളിലേറി സുഖജീവിതം നയിച്ചു വന്ന നമ്മുടെ രാജാക്കന്മാരൊക്കെ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ജനാധിപത്യ മത്സരത്തിലെ വിജയം ഊട്ടിയുറപ്പിച്ച അധികാരത്തിന്റെ നീണ്ട 10 വർഷക്കാലങ്ങൾക്കൊടുവിൽ വീണ്ടും അധികാരത്തിലേറാനുള്ള തീവ്ര ശ്രമത്തിലാണ് സഖാവ് പിണറായി വിജയന്റെ സർക്കാർ. സമാഗതമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മുഖം രക്ഷിച്ചെടുക്കുവാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാരിലും ജനങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്ന പുതിയൊരു സംരംഭത്തിനാണ് സർക്കാർ തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനങ്ങളോടുള്ള സമീപനത്തിന്റെ ചരിത്രം കൂടി പറയാതെ പോകാൻ കഴിയില്ല. അധികാരത്തിലേറിയ കാലം മുതൽ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയ ഒരു സർക്കാർ, അകമ്പടി വാഹനങ്ങളുടെ നീണ്ട നിരയോടെ തങ്ങളെ വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയ ജനങ്ങളെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മന്ത്രിമാർ, ഇവർക്കൊക്കെ പെട്ടെന്നൊരു നിമിഷം എങ്ങനെയാണ് ഈ തിരിച്ചറിവ് ഉണ്ടായത്? ആ തിരിച്ചറിവിന്റെ പേരാണ് അധികാരമോഹം. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ പൊതുജനങ്ങളോട് സർക്കാരിന്റെ സമീപം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ. തലമുറകളായി നമ്മൾ വിശ്വസിച്ചു പോരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമുണ്ട്. ഏഴകൾക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങളിൽ താങ്ങാവുന്ന, അവരുടെ ഏത് പ്രതിസന്ധിയിലും ഒപ്പം ഓടിയെത്തുന്ന പഴയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് ഓർമ്മകൾ ഇന്ന് വിസ്മൃതിയിലായിരിക്കുന്നു. പകരം ജനങ്ങളെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്ന, ഏതുവിധേനയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരമെന്ന മത്തുപിടിക്കുന്ന ലഹരിയിൽ ആറാടുന്ന പുതുതലമുറ കമ്മ്യൂണിസം ആണ് ഇന്നുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഗവൺമെന്റിനെതിരെ ഇത്ര കടുത്ത ജനരോഷം ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലായി കേരള പോലീസിനെതിരെ ഉയരുന്ന ഗുരുതരകരമായ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് സേന കേരളത്തിൽ നടത്തുന്ന അതിക്രമങ്ങളുടെ നീണ്ട നിര ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പൊതുജനം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ വിമർശിക്കുവാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. എന്നാൽ ആ അവകാശങ്ങളോട് പോലും ഫാസിസ്റ്റ് ശൈലിയിൽ പ്രതികരിക്കുന്ന ഒരു സർക്കാരായി ഈ ഗവൺമെന്റ് മാറി എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഓർമ്മ കാണും. നവകേരള സദസ്സ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോടികൾ വിലയുള്ള ആഡംബര ബസ്സിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഒരു ജനകീയ പരിപാടി എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സർക്കാരിനെതിരെ അതിഗുരുതരകരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണെന്ന് നാം ഒന്ന് മുഖം മിനുക്കിയെടുക്കുവാൻ ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തത്. നവകേരള സദസ്സിലൂടെ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തിന്റെ കൂലിത്തല്ലുകാർ, അതായത് DYFIയുടെ സഖാക്കന്മാർ, പ്രവർത്തകർ പിടിച്ചുവെച്ച് ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ലാത്തിയും കൊണ്ട് ആ ക്രൂരതയ്ക്ക് കുട പിടിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കൂടിയാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ്സിന് നേരെ കരിങ്കൊടി പ്രദക്ഷിണം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കം ചെയ്യുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്നിറങ്ങിയ ഗൺമാൻ യുവാക്കളുടെ തലയിലടിച്ചത് വലിയ വാർത്തയായിരുന്നു. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ ഗുരുതരകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മർദ്ദനമുറ പൊതുജനം മാധ്യമങ്ങളിലൂടെ നോക്കിക്കണ്ടതാണ്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസുകാരെ വളഞ്ഞിട്ട് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ DYFIക്കാർ ജാമ്യത്തിലിറങ്ങിയപ്പോൾ അവർക്ക് പരസ്യമായ സ്വീകരണം സംഘടിപ്പിച്ച CPM-ഉം തങ്ങളുടെ നയം വ്യക്തമാക്കിയത് നമ്മൾ കണ്ടു. കേരളത്തിൽ സമരത്തിന് പോയാൽ അടി കിട്ടും, അടി കൊടുക്കാനാണ് പോലീസ്, സമരം ചെയ്തത് കൊണ്ട് അടിയൊക്കെ കിട്ടുമ്പോഴാണ് നേതാവാകുന്നത് എന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന. അടിയന്തരാവസ്ഥ കാലത്തടക്കം പോലീസിന്റെ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയനായി എന്ന് അവകാശപ്പെടുന്ന സർക്കാർ മന്ത്രിമാർ അതിന് നേതൃത്വം നൽകുന്ന ഊരിപ്പിടിച്ച വടിവാളിനിടയിലൂടെ നടന്ന ചരിത്രമുള്ള മുഖ്യമന്ത്രി. പുതിയൊരു രാഷ്ട്രീയ തലമുറയെ വാർത്തെടുക്കുവാനുള്ള സർക്കാർ പദ്ധതിയായി ഈ അതിക്രമങ്ങളെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ഈ സർക്കാർ എന്ത് നേട്ടങ്ങളാണ് നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ചത്? LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ മുദ്രാവാക്യം അനർത്ഥമാക്കുവാൻ സർക്കാർ എന്തൊക്കെ ചെയ്തു? രൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സാധാരണക്കാരെ വലച്ച ഒരു പതിറ്റാണ്ട് കാലം. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം,
മത്സ്യത്തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന അടിസ്ഥാന വർഗത്തെ ദുരിതക്കയത്തിലാക്കി ഇക്കഴിഞ്ഞ ഓണക്കാലം പോലും ഒന്ന് ഓർത്തു നോക്കുക. ആവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയരുന്ന സ്വർണ്ണ വിലയോട് മത്സരിക്കുന്നു എന്നതുപോലെ വെളിച്ചെണ്ണ വില മാനം തൊട്ടു. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. ഭരണത്തിലെ അപാകതകൾ മറച്ചു പിടിക്കുവാൻ റീൽസിലേറി അഭിരമിച്ച സർക്കാർ മന്ത്രിമാർ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പലതിലും ഇതൊക്കെ കൊണ്ടുവന്നത് തങ്ങളാണ് എന്ന മട്ടിൽ ഫ്ലെക്സ് വെക്കുന്ന ഒരു മരുമകൻ മന്ത്രി അടക്കം പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരായി സർക്കാരിന്റെ മുഖം മിനുക്കാൻ കോടികൾ ചിലവഴിച്ചാണ് PR വർക്കുകൾ. ഇത്തരം പാഴ്ചെലവുകൾ ഒഴിവാക്കി ആ പണം സാധാരണക്കാരുടെ ദുരിതത്തിന് താങ്ങാകുവാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് PR വർക്ക്? കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ലാഭത്തിലാക്കിയ വകുപ്പാണ് KSEB. ഇന്ന് KSEB അടക്കം ഒട്ടുമിക്ക സ്ഥാപനങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. കോവിഡ് മഹാമാരിയുടെ മറവിൽ ഖജനാവ് കൊള്ളയടിച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെ നികുതികൾ വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ നടുവൊടിച്ചു. സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിലെ നേതാക്കളെ ഓരോരുത്തരെയും കടന്നാക്രമിച്ച് വായടപ്പിക്കുവാൻ തീവ്ര ശ്രമം പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവസ്ഥയാണ് ഇതിൽ ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി പറയേണ്ടിയിരിക്കുന്നത്. 10 വർഷത്തിനിടെ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ കൊണ്ട് ആകെ മെച്ചമുണ്ടായത് കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷന് മാത്രമായിരിക്കും. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ സർക്കാർ ഓരോ ഗ്രാമത്തിലും മദ്യവിൽപ്പനശാലകൾ കൊണ്ടുവന്നു. മദ്യം വർജിക്കാൻ കഴിയാത്തവരൊക്കെ മദ്യപാനികളായി. ഒരു സമൂഹത്തെ തന്നെ ലഹരിയുടെ വഴിയിലേക്ക് തള്ളിയിടാൻ ഏറ്റവും അധികം പ്രോത്സാഹനം ചെയ്തു കൊടുത്തത് ഈ പിണറായി സർക്കാരിന്റെ 10 വർഷങ്ങൾ ആണെന്നത് സംശയമില്ലാതെ തന്നെ പറയാം. ശബരിമലയിൽ യുവതികളെ കയറ്റി വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിയ പിണറായി സർക്കാർ വിശ്വാസികളുടെ വികാരങ്ങളിലേക്കാണ് തീ കോരിയിട്ടത്. ഒടുവിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയതായി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ മറ്റൊരു പ്രഹസനം കൂടി അണിയറയിലുണ്ട്. എന്തായാലും 10 വർഷങ്ങൾ നീണ്ടുനിന്ന ദുർഭരണത്തിന് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനം കണക്ക് തീർക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരാകെ തീർച്ചപ്പെടുത്തിയ സമയത്ത് മുഖം മിനുക്കിയെടുക്കാൻ CM വിത്ത് മീ പോലെയുള്ള പദ്ധതികൾ ഒന്നും പോരാതെ വരുമെന്നത് തീർച്ച തന്നെയാണ്.